ഒരു പള്ളിയില്, അതായത് ഫ്രഞ്ച് വിപ്ലവം കൊണ്ട് ഏറ്റവും മോശമായ ജീവിതത്തിലേക്ക് പോയതായ ആളുകളുള്ളതായ ആ സ്ഥലത്ത് വികാരിയായിരുന്നതായ വിശുദ്ധ ജോൺ മരിയ വിയാനി എപ്രകാരമാണ് ഇടവക വികാരിമാരുടെ മധ്യസ്ഥനായിട്ട് മാറിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് തന്നെയാണ്. പഠിക്കുന്ന കാലത്ത് യാതൊരു പ്രാപവുമില്ലായിരുന്ന ഒരു വ്യക്തി, അതായത് പ്രധാനപ്പെട്ട 2 പരീക്ഷയില് ഒരു പരീക്ഷയ്ക്ക് 0 മാർക്കും ഒരു പരീക്ഷയ്ക്ക് 2 മാർക്കും ലഭിച്ചപ്പോൾ സെമിനാരിൽ നിന്ന് പറഞ്ഞ്, ഇന്നത്തെ പോലെ PhD കാരൊന്നുമല്ല, പറഞ്ഞു വിടുവാനായിട്ട് തീരുമാനിച്ചപ്പോൾ അവിടെ ഈ റെക്ടറച്ചന് വിളിച്ചിട്ട് നീ ഒരു കഴുതയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതായ മറുപടി, ഒരു കഴുതയുടെ താടിയല്ലുകൊണ്ട് സാംസന് 1000 പേരെ കൊല്ലുവാൻ സാധിച്ചു എന്ന് വരികില്ല, ഒരു കഴുതയായ എന്നെ കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന്. നാം നമ്മുടെ വികാരിമാരെ ഓർക്കുമ്പോൾ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അനിയച്ചനെയും ജിനുവച്ചനെയും ഓർക്കുമ്പോൾ, ജൂബിലി വർഷം സിൽവർ ജൂബിലിയിലൂടെ കടന്നു പോകുന്നതായ ബഹുമാനപ്പെട്ട അനിയച്ചൻ ഒരുപക്ഷെങ്കിൽ 25 വർഷം ഓരോ ജീവിതത്തിൽ ഉണ്ടായിരുന്നു നാം പറയുമ്പോഴും, ഞാൻ നോക്കുമ്പോൾ 25 വർഷമല്ല, ഏകദേശം 36-37 വർഷം സെമിനാരിയുടെ പടവുകൾ ചവിട്ടുന്നതായ ആ ദിവസം മുതൽ ഇതുവരെയും ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആ അച്ഛനെ ദൈവം ഒരുക്കി എന്ന് വരികില്, അതുപോലെ തന്നെ ജിനുവച്ചൻ നമുക്ക് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് 7 കുദാശയിൽ 6 കുദാശയും ചെയ്യുവാനായിട്ട് നിയോഗിക്കപ്പെട്ടവരാണ് വൈദികർ. പട്ടോത്തം മാത്രം ബിഷപ്പ് ചെയ്യുന്നു. അപ്പോഴ് നമ്മുടെ ഈ അച്ഛന്മാരെ ഓർക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് മാർക്ക് പോകുന്നതായ വൈദികരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഞങ്ങളുടെ പ്രാർത്ഥനാ വാഗ്ദാനങ്ങൾ അച്ഛന്മാർക്ക് നേരുന്നു. അതുപോലെ തന്നെ ഈ പള്ളി തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ ഇവിടെ ശുശ്രൂഷ ചെയ്തിട്ടുള്ള വൈദികർ ഒരു പ്രാവശ്യമെങ്കിലും ഈ അൾത്താരയിൽ നമുക്ക് വേണ്ടി ജീവനെ ഏൽപ്പിച്ചിട്ടുള്ളതായ എല്ലാ വൈദികരെയും നാം ഓർക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ കുദാശകളിലൂടെ, മാമോദീസായിലൂടെയും പൗരാഭിഷേകത്തിലൂടെയും കുർബാനയിലൂടെയും കുമ്പസാരത്തിലൂടെയും ഒക്കെയും ദൈവത്തോട് ചേർത്ത് നിർത്തിയതായ നമ്മുടെ ചെറുപ്പകാലങ്ങളിലുള്ളതായ വൈദികരുണ്ട്. ഒരു പക്ഷെങ്കിൽ ഇന്ന് ഈ ലോകത്തിലില്ലായിരിക്കാം. അവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ അവസരത്തിൽ MCAയുടെ പേരിൽ നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാർക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു. സിൽവർ ജൂബിലി എന്നുള്ളത് ഗോൾഡൻ ജൂബിലിയും ഡയമണ്ട് ജൂബിലിയും ആഘോഷിക്കുവാൻ ഇടയാകട്ടെ എന്നും, അതോടൊപ്പം തന്നെ കൊച്ചത്തിന് അതിന് ഇടയാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു എന്ന് അനുഗ്രഹിക്കുന്നു.